ഹലോ ഫ്രണ്ട്സ്, ഐ എം സ്വപ്ന രമേഷ്. സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് ടിപ്സുകളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട് എപ്പോഴും വൃത്തിയായിരിക്കാനും അതുപോലെ തന്നെ വീട്ടുജോലികൾ പെട്ടെന്ന് തന്നെ കഴിയാനും ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകും. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് എന്ന് പറയുന്നത് അതിരാവിലെ നമ്മൾ എഴുന്നേൽക്കാനായിട്ട് ശ്രമിക്കണം. അതായത് നേരം വെളുക്കുന്നതിന് മുൻപ് ആ ഇരുട്ടുള്ള സമയത്ത് തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അതൊരു പ്രത്യേക എനർജി ആയിരിക്കും. അപ്പോൾ ആ ദിവസം മുഴുവൻ നമുക്ക് ജോലികളൊക്കെ ചെയ്യാനുള്ള ഒരു പോസിറ്റിവിറ്റി ഈ ഉണരലിൽ നിന്ന് തന്നെ നമുക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ നേരം വെളുത്തതിന് ശേഷമാണ് എഴുന്നേൽക്കുന്നതെങ്കിൽ നമുക്ക് ആകെ ഒരു ടെൻഷനാണ്, നമ്മളാകെ ലേറ്റായി പോയി, ഇനി എല്ലാ കാര്യങ്ങളും ലേറ്റാകും എന്നുള്ളൊരു തോന്നലൊക്കെ നമുക്ക് വരും കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഴുന്നേറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ കിച്ചണിലെ ജനലുകളൊക്കെ നമ്മൾ തുറന്നിടുക. അതുപോലെ തന്നെ ബെഡ്റൂമിൽ പറ്റുമെങ്കിൽ വീട്ടിലെ മറ്റുള്ള ജനലുകളൊക്കെ നമ്മൾ തുറന്നിടുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൂൾ എയറൊക്കെ അങ്ങോട്ട് വന്ന് നമുക്കൊരു പ്രത്യേക എനർജി ആയിരിക്കും. എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് നമുക്ക് ഇങ്ങനെ ആ ഉറക്കപ്പിച്ചോ അല്ലെങ്കിൽ ആകെ ഒരു ആലസ്യമോ അതൊക്കെ നമ്മളിൽ നിന്ന് വിട്ടകലും കേട്ടോ, ആ ഒരു കാറ്റൊക്കെ വന്ന് തട്ടുമ്പോൾ. അപ്പോൾ അത് ആ വെളുപ്പിന് തന്നെയാണെങ്കിലും നമ്മൾ നമ്മുടെ നിക്കൂനെയൊക്കെ അതാ പുറത്തേക്ക് വിട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവന് ഫുഡ് വെച്ച് കൊടുക്കണം. നേരാണെങ്കിൽ വെളുത്ത് തുടങ്ങുന്നേ ഉള്ളൂ, ലേശം ഇരുട്ടാണ് ഇപ്പോഴും കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ജോലികൾ മാത്രമല്ല, നമുക്ക് നമ്മുടെ പക്ഷികളെയും മൃഗങ്ങളെയും ഒക്കെ നോക്കാനായിട്ട് ടൈം കിട്ടുന്നത് ഇങ്ങനെ അതിരാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെയാണ് കേട്ടോ. നമുക്ക് നമ്മുടെ വീട്ടുജോലികളൊക്കെ കഴിഞ്ഞ് ഫ്രീ ടൈം കിട്ടാനും അതുപോലെ തന്നെ നമ്മൾ മറ്റു ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അതിനും നമുക്ക് ഓടിപ്പെടയാതെ കൃത്യസമയത്ത് തന്നെ ഇറങ്ങാനും ഒക്കെ നമുക്ക് ഉപകാരപ്രദമാണ് ഈ അതിരാവിലെയുള്ള ഉണരൽ കേട്ടോ. ഇത് മാത്രമല്ല, നമുക്ക് ശാരീരികമായിട്ടും മാനസികമായിട്ടുമുള്ള ആരോഗ്യത്തിനും ഏറ്റവും നല്ലതാണ് ഇങ്ങനെ അതിരാവിലെ തന്നെ എഴുന്നേൽക്കുക എന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമുക്ക് മനസ്സ് ഒന്ന് ശാന്തമാക്കി വെച്ചിട്ട് വേണം നമുക്ക് ജോലികളൊക്കെ തുടങ്ങാനായിട്ട്. എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഒരു ജോലി, അത് കഴിയുമ്പോൾ മറ്റൊരു ജോലി, അങ്ങനെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പോൾ നേരമൊക്കെ വെളുത്ത് വരുന്ന ആ ഒരു സമയത്ത് നമ്മൾ കുറച്ച് നേരമെങ്കിലും നമ്മൾ പ്രകൃതിയിലേക്ക് ഒന്ന് നോക്കിയിരിക്കാനൊക്കെ ഒന്ന് സമയം കണ്ടെത്തണം കേട്ടോ. അപ്പോൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മാനസികമായിട്ട് ഒരു പ്രത്യേക ഉണർവും കാര്യങ്ങളൊക്കെ തരുന്ന ഒന്നാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രാർത്ഥന ചിട്ട, ഇതൊക്കെ നമ്മുടെ ആത്മവിശ്വാസം കൂട്ടും കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ദൂരത്തിലുള്ള പതിയാരി ഭഗവതി ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ നാട്ടുകാരൻ ഒരാൾ കാറൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വാഹന പൂജയൊക്കെ ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് അതിരാവിലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇങ്ങോട്ട് എത്തിയത്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കാണാനായിട്ടുള്ള ഒരു ഭാഗ്യവും കിട്ടിയിട്ടോ. അപ്പോൾ ഇതൊക്കെ മനസ്സിന് വളരെ സന്തോഷം തരുന്ന കാര്യങ്ങളാണ് അല്ലേ. അപ്പോൾ നമുക്ക് പറ്റാവുന്ന ആരാധനാലയങ്ങളിലൊക്കെ നമ്മൾ പറ്റുന്ന ദിവസമൊക്കെ പോകാനായിട്ട് ശ്രമിക്കുക. അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ കുറച്ച് സമയം പ്രാർത്ഥനയ്ക്കൊക്കെ ആയിട്ട് മാറ്റി വയ്ക്കാനായിട്ട് ശ്രമിക്കുക. ഒരു ദിവസം നമ്മൾ എന്തെല്ലാം സംസാരങ്ങളാണല്ലേ പറയുക. അപ്പോൾ നമുക്ക് അന്നത്തെ ആ ദിവസം ചെയ്യുന്ന പ്രവൃത്തി അതുപോലെ തന്നെ പറയുന്ന വാക്ക് ഇതൊക്കെ ശുദ്ധമായിരിക്കാനായിട്ട് ഈ പ്രാർത്ഥന നമ്മളെ സഹായിക്കും കേട്ടോ. പിന്നെ നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ റെഡിയാക്കി ഇടേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ബെഡാണ് കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ആകെ ചുക്കിച്ചുളിഞ്ഞ് ഒക്കെ ആയിരിക്കും നമ്മൾ എഴുന്നേറ്റ് പോരുക അല്ലേ. അപ്പോൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ ഈ ബെഡ്ഷീറ്റൊക്കെ ശരിയായ രീതിക്ക് അങ്ങോട്ട് വിരിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ നമ്മളിത് ചെയ്യുമ്പോൾ നമ്മുടെ മക്കളും ഇതൊക്കെ കണ്ടുപഠിക്കും. അപ്പോൾ നമ്മൾ ഈ ബെഡ്റൂമിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് നല്ല ഒരുങ്ങി കിടക്കുന്ന ആ ബെഡൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു മനസ്സുഖമാണ് അല്ലേ. നമ്മളെന്തെങ്കിലും ജോലികളൊക്കെ ചെയ്ത് തളർന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് റൂമിൽ വരുമ്പോൾ അപ്പോഴാണ് ഈ ബെഡ്ഷീറ്റൊക്കെ റെഡി ആക്കുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു മുഷിപ്പ് തോന്നുമല്ലേ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് തന്നെയായാലും നമ്മൾ ഉറക്കം എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഇതൊക്കെ വൃത്തിയായിട്ട് വിരിക്കണം കേട്ടോ. പിന്നെ നമുക്കിതാ ഇതുപോലെ ഒരു ചെറിയ ഒരു പൊടി തട്ടി നമ്മൾ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സുഖമായിട്ട് സെറ്റീരിയൊക്കെ പൊടികളൊക്കെ തട്ടിക്കളയാനായിട്ട് പറ്റും. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം നമ്മളിങ്ങനെ
ഭിത്തിയുടെ ഓരോ വിടവുകളിലും മറ്റും അതുപോലെ തന്നെ ഈ മരഭാഗങ്ങളിലൊക്കെ ആയിട്ട് എന്തെങ്കിലും പൊടികളൊക്കെ പറ്റിയിട്ടുണ്ടായിരിക്കും. നമ്മൾ ഇവിടെയൊക്കെ അടിക്കുമ്പോൾ ആ പൊടിയൊക്കെ വന്ന് ഇതിൽ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മൾ ഇതൊക്കെ ഈ പൊടിയൊക്കെ തട്ടിയിട്ട് നല്ല ക്ലിയർ ആക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ കണ്ടാൽ തന്നെ നമുക്ക് ഇരിക്കാനായിട്ട് തോന്നുമല്ലേ. അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ മറക്കരുത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, നമ്മൾ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ കോളിംഗ് ബെല്ല് അടിക്കാനായിട്ട് നമുക്ക് പറ്റില്ല. കാരണം അവിടേക്ക് കടക്കാൻ തന്നെ പാടായിരിക്കും. കടക്കുന്നിടത്ത് നിറയെ ചെരുപ്പുകളൊക്കെ ഇങ്ങനെ കൂട്ടിയിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ചെരുപ്പിൽ തട്ടി തടയാതെ വേണം നമുക്ക് കോളിംഗ് ബെല്ലൊക്കെ ഒന്ന് അടിക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ചെരുപ്പുകൾ ഇങ്ങനെ അലങ്കോലമായിട്ട് നമ്മളിങ്ങനെ ഇടരുത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ അടിച്ചൊക്കെ വാരലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെയിലി നമ്മൾ ചെരുപ്പൊക്കെ അടക്കി ഒതുക്കി വെക്കുക കേട്ടോ. റാക്ക് ഉണ്ടെങ്കിൽ റാക്കിലേക്ക് ആക്കി വെക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു ഭാഗത്ത് നല്ല രീതിക്ക് തന്നെ ഒതുക്കി വെക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യമാണ്. നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് അങ്ങോട്ട് വരുമ്പോൾ തന്നെ അവിടെ ഒന്നും അലങ്കോലമായിട്ട് കിടക്കുന്നില്ല, എല്ലാം നല്ല രീതിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ തന്നെ ഒരു മനസ്സന്തോഷം തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീട്ടമ്മമാരുടെ മറ്റൊരു ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകലാണ്. എത്ര കുക്കിംഗ് ചെയ്തോ അത്രയും പാത്രങ്ങൾ നമുക്ക് കഴുകാനായിട്ട് ഉണ്ടായിരിക്കും. അപ്പോൾ കുക്കിംഗ് ഒക്കെ കഴിയുമ്പോൾ ഈ പാത്രങ്ങൾ നമ്മൾ കൂട്ടി വെക്കാനായിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ എടുത്ത പാത്രങ്ങൾ അപ്പോൾ തന്നെ നമ്മൾ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്ക് ഭയങ്കരമായിട്ട് ജോലി ഭാരം അങ്ങോട്ട് കുറയും. എത്ര കൂട്ടി വെച്ചാലും എത്ര സമയം അത് അവിടെ ഇട്ട് വെച്ചാലും നമ്മൾ തന്നെ വേണമല്ലോ കഴുകാനായിട്ട്. അപ്പോൾ ആ ഒരു ചിന്തയുണ്ടെങ്കിൽ അത് വേഗം അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് സമാധാനമായി. അല്ലെങ്കിൽ നമുക്ക് ഇനി പാത്രം കഴുകണമല്ലോ എന്നുള്ളൊരു ചിന്ത നമുക്ക് വരും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ടെൻഷനും വേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ നമ്മൾ അതാത് ടൈമിൽ തന്നെ ചെയ്യുക. എത്ര കൂട്ടി വെച്ചാലും ആ ഭാരം കൂടെയുള്ളൂ അല്ലേ, അല്ലാതെ അത് കുറയില്ല. അപ്പോൾ ഒന്നോ രണ്ടോ പാത്രമായാലും അതപ്പം തന്നെ കഴുകി വൃത്തിയാക്കാനായിട്ട് നോക്കണം. പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിൽ മുഷിഞ്ഞ തുണികളൊന്നും കുന്നുകൂട്ടി ഇടാനായിട്ട് പാടില്ല കേട്ടോ. പറ്റുമെങ്കിൽ അന്നാന്ന് തന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കാനായിട്ട് നോക്കാം. അങ്ങനെ കൂട്ടി വെക്കാതെ ഇരിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയ തുണികൾ നല്ല രീതിക്ക് മടക്കുകയും അതുപോലെ തന്നെ തേച്ച് വെക്കുകയൊക്കെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മളിങ്ങനെ ഫോൾഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ അലമാരിയിൽ ഒത്തിരി സ്ഥലം ഉണ്ടായിരിക്കും കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് വെക്കുകയാണെങ്കിൽ നമുക്ക് അധിക സ്ഥലമൊന്നും അലമാരിയിൽ പോകില്ല. അപ്പോൾ നല്ല പോലെ നമ്മുടെ അലമാരിയൊക്കെ ഒതുക്കിയിരിക്കാനായിട്ട് ഇങ്ങനെ മടക്കി വെക്കുന്നത് കൊണ്ട് പറ്റും. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു ജോലിയിൽ അത്യാവശ്യ ജോലിയാണ്. എന്ത് തന്നെ നമുക്ക് തിരക്കുകളുണ്ടെങ്കിലും നമ്മൾ വീട് മുഴുവൻ നല്ല രീതിക്ക് അടിച്ചു വാരി വൃത്തിയാക്കി ഇടണം. കാരണം നമുക്ക് തുടയ്ക്കാനായിട്ട് സമയം കിട്ടിയില്ലെങ്കിലും നമ്മൾ അടിച്ചു വാരി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരാൾ വന്ന് കയറുമ്പോൾ തന്നെ ചവിട്ടി നിൽക്കുന്നത് ആകെ പൊടിയിലായിരിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ പൊടിയും മറ്റൊക്കെ ആയിട്ട് ഈ വീടിൻ്റെ ഉള്ളിൽ കിടക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു നെഗറ്റിവിറ്റിയാണ് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ എന്തായാലും അതൊക്കെ അടിച്ചു വാരി ഇടണം. പിന്നെ നമ്മുടെ ടീപ്പോയിൽ നമ്മൾ മറ്റ് ബുക്കുകൾ സാധനങ്ങളൊന്നും വെക്കാതെ പ്ലെയിൻ ആയിട്ട് ഇടുന്നതാണ് ഏറ്റവും ഭംഗിയായിട്ട് തോന്നുന്നത് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് എപ്പോഴാണ് സൗകര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ദിവസങ്ങളിൽ നമ്മൾ വീട് തുടച്ചിടാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ ഡെയിലി തുടയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും, അവരുടെ വീടൊക്കെ കാണാൻ നല്ല ക്ലീൻ ആയിരിക്കും. പക്ഷെ ഞാൻ ഡെയിലി തുടയ്ക്കാറില്ല കേട്ടോ, അത്രയ്ക്കൊന്നും പൊടി ഇവിടെ ആവാറില്ല. ഇനി തുടച്ച് വൃത്തിയാക്കി ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചവിട്ടി കുത്തുന്ന ഭാഗത്തൊക്കെ നമ്മളിങ്ങനെ ചവിട്ടികൾ വിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. എത്ര ചവിട്ടി വിരിക്കുന്നോ അത്രയും പൊടി കുറവായിട്ടാണ് നമ്മുടെ വീടൊക്കെ ക്ലീനായിട്ട് ഇരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ കൗണ്ടർ ടോപ്പ് നമ്മളിപ്പോൾ ചപ്പാത്തി പരത്തുക അല്ലെങ്കിൽ വല്ല മാവ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ വീണ് തൂളിയൊക്കെ പോയി കിടക്കായിരിക്കും. അപ്പോൾ നനഞ്ഞ തുണി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എന്തായാലും തുടയ്ക്കണം. അതിന് ശേഷം ഒരു ഉണങ്ങിയ തുണി കൊണ്ടോ അല്ലെങ്കിൽ ഈ നനഞ്ഞ തുണി തന്നെ മുക്കി പിഴിഞ്ഞും കഴിഞ്ഞ് ഒട്ടും നനവില്ലാത്ത രീതിക്ക് അങ്ങോട്ട് മുറുക്കി പിഴിഞ്ഞതിന് ശേഷം വീണ്ടും തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. അതുപോലെ തന്നെ കൗണ്ടർ ടോപ്പിൽ ഈ പാത്രങ്ങളും മറ്റു സാധനങ്ങളും ഒന്നും വലിച്ചു വാരി ഇടാതെ അതിൻ്റെ സ്ഥാനത്ത് നമ്മൾ അടക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കുന്ന സാധനങ്ങൾ നീക്കിയും ഒക്കെ വെച്ചിട്ട് അതിൻ്റെ അടിഭാഗവും നമ്മൾ ഇങ്ങനെ തുടച്ചിടുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും കൗണ്ടർ ടോപ്പ് കാണാൻ. പിന്നെ നമുക്ക് വിനാഗിരി അതുപോലെ സോഡാപ്പൊടി പിന്നെ നമ്മൾ നമ്മുടെ ലിക്വിഡ് ഉണ്ടായിരിക്കുമല്ലോ, പാത്രം കഴുകുന്ന ലിക്വിഡ്,
ഇതെല്ലാം ചേർക്കാൻ കഴിഞ്ഞിട്ട് നമുക്ക് സിങ്കൊക്കെ ക്ലീനാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ സിങ്കിലെ പാത്രങ്ങളൊക്കെ കഴുകിയാൽ മാത്രം പോരാ, സിങ്കും ക്ലീൻ ആക്കാനായിട്ട് നമ്മൾ മറക്കരുത് കേട്ടോ. അപ്പോൾ ലേശം സോഡാപ്പൊടിയാണ് ഞാൻ വിതറിയിട്ടിരിക്കുന്നത്. അതുകൂടാതെ കുറച്ച് വിനാഗിരിയും തളിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതൊന്നിങ്ങനെ നമ്മൾ ഈ സിങ്ക് കഴുകാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബർ നമ്മൾ പ്രത്യേകം വെക്കണം കേട്ടോ. അത് പാത്രം കഴുകാനായിട്ട് എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ സിങ്കിലെ വെള്ളം പോകുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെയൊക്കെ പെട്ടെന്ന് പൂപ്പലും അതുപോലെ അഴുക്കും പിടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ബാഡ് സ്മെല്ലൊക്കെയാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതൊക്കെ പോവാനായിട്ട് ഈ വിനാഗിരിയും സോഡാപ്പൊടിയും കൂടിയിട്ട് ഇട്ട് കഴുകുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴുകിയിട്ട് സിങ്കൊക്കെ കാണണം, പള മിഞ്ഞാണ് നമുക്ക് ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്താൽ പിന്നെ നമ്മളറിയാതെ അതിങ്ങനെ കൂടുതൽ അഴുക്ക് പിടിക്കാനായിട്ട് തോന്നുന്ന ആ സമയത്ത് തന്നെ നമ്മളറിയാതെ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്തു കൊടുക്കും കേട്ടോ. അപ്പോൾ ഈ വെള്ളം പോകുന്ന ഹോളുണ്ടല്ലോ, ഈ ഭാഗമൊക്കെ നമുക്കിങ്ങനെ കഴുകാൻ കൈ ഉപയോഗിച്ച് കഴുകാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ നമ്മളൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് അതിൻ്റെ ബാക്ക് ഭാഗം നമ്മൾ സ്റ്റൗവിൽ തീയിൽ കാണിച്ച് ഉരുക്കി ഇങ്ങനെ ഒന്ന് ഞെളിച്ചെടുക്കുക കേട്ടോ. അതിന് ശേഷം ഈ ലോഷൻ തന്നെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ ആ വിടവുകളും ആ ഹോളുകളും ഒക്കെ നമുക്ക് നല്ല രീതിക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് നമ്മൾ ഈ സിങ്കൊക്കെ കഴുകി അങ്ങോട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്കറിയാതെ ഒരു മൂളിപ്പാട്ടൊക്കെ വരും. കാരണം നല്ല ഭംഗിയും വൃത്തിയായിട്ട് കിടക്കുന്നതൊക്കെ കാണുമ്പോൾ നമുക്കത് കണ്ടിരിക്കാനും നോക്കാനൊക്കെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ ഒരു സ്മെല്ലും ഇല്ലാതെ പളപളാ മിന്നിയിട്ട് നമ്മുടെ സിങ്കൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ വിനാഗിരിയും സോഡാപ്പൊടിയും ഉപയോഗിച്ചും കഴിഞ്ഞിട്ട് നമ്മൾ കഴുകുകയൊക്കെ ചെയ്യണം കേട്ടോ. സിങ്ക് മാത്രമല്ല, സിങ്കിലേക്കുള്ള ഈ ടാപ്പിൻ്റെ വിടവുകളിലൊക്കെ നിറയെ അഴുക്കുകളൊക്കെ പിടിക്കും. അപ്പോൾ അതും ഈ ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നത് നല്ലതാണ്. സ്ക്രബ്ബർ ഉപയോഗിച്ച് കഴുകുമ്പോൾ എല്ലാ ഭാഗത്തും എത്തണം എന്നില്ല. ഇതാവുമ്പോൾ ഈ ബ്രഷ് കൊണ്ട് നമുക്ക് എല്ലാ ഭാഗങ്ങളിലും നല്ല വൃത്തിയായിട്ട് ഉരച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിനും ഈ ലോഷൻ തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് വെച്ച് കഴിഞ്ഞിട്ട് ഈ ടാപ്പൊക്കെ അങ്ങോട്ട് കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഫിറ്റ് ചെയ്ത പോലെയാണ് ഇരിക്കുക കേട്ടോ. അത്രത്തോളം വ്യത്യാസം ഉണ്ടായിരിക്കും. നമ്മൾ വേറെ എന്ത് ഉപയോഗിച്ച് ചെയ്താലും ഇതുപോലെ തന്നെ നമ്മൾ ബ്രഷൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴുകിയെടുത്ത് നോക്കിക്കോളൂ. അപ്പോൾ നമുക്ക് തന്നെ ഒരു സുഖം തോന്നിയിരിക്കും അല്ലേ. ഇതൊക്കെ നല്ല പളപളാ മിന്നിയിട്ടുള്ള ആ കിച്ചണൊക്കെ കാണുമ്പോൾ വീട്ടമ്മമാർക്ക് പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ ചെയ്യാനും അങ്ങനെ നല്ല ആസ്വദിച്ച് ജോലി ചെയ്യാനൊക്കെ ഇങ്ങനെ വൃത്തിയാക്കി കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.